രണ്ടാളും കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ നാളെ തന്നെ ഒരു 11 മണിക്ക് കളക്ടറേറ്റ് ഒരു മീറ്റിംഗ് വിളിച്ചു. ഈ നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു വളവാണ്. റോഡിന് വലിയ മിനുസമുണ്ട്. ഗ്രിപ്പ് വേണമെന്ന് പറഞ്ഞ് അവർ ആവശ്യപ്പെടുന്നതാണ്. ഒരു തവണ ഗ്രിപ്പ് ചെയ്തു, ഇപ്പൊ അത് വീണ്ടും മിനുസമായി തുടങ്ങി. ഇല്ല, അതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം നാളത്തെ യോഗത്തിൽ ഉണ്ടാകുന്നതാണ് എൻ്റെ വിചാരം. നാളെ ഒരു 11 മണിക്ക് കളക്ടറെ കൊണ്ട് മീറ്റിംഗ് വിളിക്കാൻ പറയുന്നുണ്ട്. അത് വിളിച്ചിട്ട് പോലീസും എല്ലാവരും കൂടി വിളിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. നാളെ തന്നെ അതിനകത്ത് ഒരു പരിഹാരമുണ്ടാകും. അല്ല, അത് മനസ്സിലായത് മറ്റേ റോഡ് സേഫ്റ്റിയുടെ ആളുകളും എല്ലാവരെയും നാളെ വിളിച്ചിട്ടുണ്ട്. നാളെ കാര്യത്തിൽ 11 മണിക്ക് വിളിച്ചിട്ട് അവിടെ വെച്ചിട്ടൊരു തീരുമാനം പൊതുവായിട്ട് എല്ലാവരും കൂടി ആലോചിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കണമല്ലോ. PWD മിനിസ്റ്ററുമായിട്ടും എല്ലാവരും കൂടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ട് രണ്ടാളെയും കൂടെ ആലോചിച്ച ശേഷം ഒരു തീരുമാനം ഉണ്ടാവും. നാളെ തന്നെ ഉണ്ടാവും. ഇനി ഇവിടെ ഒരു ആക്സിഡന്റ് വരാതിരിക്കാനുള്ള നടപടികളുണ്ടാവും. ആലോചിക്കട്ടെ. ഇതിപ്പോ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നതാണ്. കാരണം ഇവിടെ ഈ പനയമ്പാടത്ത് മാത്രമല്ല, ഈ പാലക്കാട് കോഴിക്കോട് പാതയിൽ പലയിടത്തും ഇത്തരത്തിൽ അപകടകരമായ വളവുകളുണ്ട്. അപ്പൊ ഒരു സ്ഥലത്തേക്ക് മാത്രം ആ പരിഹാര മാർഗം പോകരുത് എന്നുകൂടി ഒരു അഭ്യർത്ഥന നാട്ടുകാരുടെ ഭാഗത്തുണ്ടാവും. തീർച്ചയായിട്ടും റോഡ് സേഫ്റ്റി ഉണ്ടല്ലോ, അവരെ കൊണ്ടത് അന്വേഷിച്ചിട്ട് വേണ്ടതെന്നുള്ളതാണ് തീരുമാനം. ജീവൻ പോയിട്ട് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. നിരവധി തവണ ഇത്തരത്തിൽ ചർച്ച നടന്നിട്ടും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. നിരന്തരം അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. 35ഓളം മരണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ നാട്ടുകാർ. അതെല്ലാം കൂടി നമുക്ക് നാളെ ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവും. ശരി, പോകാം. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇപ്പോൾ സംസാരിച്ചത്.